സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ദേവസ്വം മന്ത്രി പറയേണ്ടത് എന്ന് ചോദിച്ചു പോവുകയാണ്. എല്ലാം കോടതി തീരുമാനിക്കുന്നു എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. സർക്കാരിന് ഒന്നും ചെയ്യാനില്ല, SIT അന്വേഷണം സ്തംഭിച്ചിരിക്കുന്നു, ഇതിൽ കാര്യമായി ഇടപെടാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ അഡ്വക്കേറ്റ് ജനറലുണ്ട്, മറ്റ് വിദഗ്ധരായ സർക്കാർ വക്കീൽമാരുണ്ട്, ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട്. അവർക്ക് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തുകൂടി ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ. അതെന്ത് തീരുമാനമായാലും, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു പുതിയ SIT സംഘത്തെ രൂപീകരിക്കുന്ന തീരുമാനമാണെങ്കിലും ഈ അന്വേഷണം, സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം മറ്റുള്ള ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഹൈക്കോടതിയിൽ ഒരു കടലാസ് കൊടുത്തിട്ടാണ് ഈ പറഞ്ഞത് എങ്കിൽ കെ മുരളീധരൻ പറഞ്ഞത് നമുക്ക് സമ്മതിക്കാം. അല്ലെങ്കിൽ പഴയ SITയെ തന്നെ ഇതിങ്ങനെ തള്ളി കൊണ്ടുപോയി അവസാനം ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇത് മറക്കും. ആ സമയത്ത് ഇവർ അങ്ങ് ഊരിപ്പോരുകയും ചെയ്യും എന്നുള്ള നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ? പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമുക്ക് ഉറപ്പൊന്നുമില്ല, നമ്മളങ്ങനെ ആരോപിക്കുന്നുമില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ വന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടത് വെറുതെ അല്ല എന്നുള്ള കാര്യം, വെറുതെ ഒരു സൗഹൃദ സന്ദർശനമല്ല എന്നുള്ള കാര്യം അന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. സ്കൂട്ടറിൽ വന്ന് രമേശ് ചെന്നിത്തലയെ കണ്ട് സൗഹൃദ സംഭാഷണം നടത്തുക, അത്രയും സൗഹൃദവും സ്നേഹവും ഒക്കെ കടകംപള്ളിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉണ്ടോ എന്ന കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണം. എന്തുകൊണ്ട് അദ്ദേഹം കാറിൽ വന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം മറ്റ് ബസ്സിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ വന്നില്ല? സ്കൂട്ടറിൽ വന്നത് അത് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ തന്നെയാണ്. ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരു സ്കൂട്ടറിലൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല. പക്ഷേ അത് മാധ്യമങ്ങൾ കണ്ടു, പലരും വീഡിയോ പകർത്തി, അങ്ങനെ അതൊരു സൗഹൃദ സംഭാഷണമായി മാറി. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായത് അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ സ്വർണ്ണ തട്ടിപ്പിൽ നേരിട്ട് പങ്കെടുത്തതായുള്ള ആരോപണങ്ങളും പരാതികളും ചില തെളിവുകളും ഒക്കെ തന്നെ ഇപ്പോഴുമുണ്ട്. അപ്പം ഇതാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇങ്ങനെ കാടും പടർപ്പും തല്ലി ഓരോന്ന് പറയുന്നത് എന്ന് കെ മുരളീധരൻ വ്യക്തമാക്കിയേ പറ്റൂ. കാരണം കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ അയ്യപ്പ ഭക്തരായ നിരവധി ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കും, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ കണ്ടെത്തും, അവരെയെല്ലാം പിടികൂടും, മാതൃകാപരമായി ശിക്ഷിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി UDF നൽകിയിരുന്നു പലപ്പോഴായിട്ട്. മാത്രമല്ല നിയമസഭയിലും പുറത്തും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെയും കടകംപള്ളിക്കെതിരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വ്യക്തികൾക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചത് UDFിൻ്റെ നേതാക്കളുമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ നിയമസഭയിൽ ഇതൊക്കെ അവതരിപ്പിച്ചത് നമ്മളെല്ലാം കേട്ടതാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്, കോടതിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് ഇടപെടാനാകുന്നില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഈ പരിപാടി ശരിയായൊരു കാര്യമാണോ എന്ന് ദേവസ്വം മന്ത്രി ആലോചിക്കണം, വേണ്ട നടപടിയെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിയമപരമായ നീക്കങ്ങൾ നടത്തണം, കോടതിയിൽ ഹർജി കൊടുക്കണം, സർക്കാർ ഇടപെടണം. അതിപ്പോൾ തന്ത്രിയുടെ കാര്യമായാലും അതെ, തന്ത്രി താഴമൺ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ താഴമൺ കണ്ഠര് രാജീവരുടെ മകൻ തന്ത്രിയാകണം അല്ലെങ്കിൽ ആക്കണം എന്നൊന്നും ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. ആ അഭിപ്രായങ്ങൾ പലരും പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അത് പന്തളം കൊട്ടാരവും രാജരാജവർമ്മയും ഒക്കെ പറഞ്ഞു കഴിയുകയും ചെയ്തു. തന്ത്രിയെ മാറ്റാം, ഒന്നിലധികം തന്ത്രിമാരെ വയ്ക്കാം, അതിനൊക്കെ തന്നെ വകുപ്പുകളുണ്ട്. അതൊക്കെ തന്നെ സ്ഥിരമായി മാറ്റാം, താൽക്കാലികമായി മാറ്റാം, താൽക്കാലികമായി പുതിയ തന്ത്രിയെ ഡെപ്യൂട്ടി ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രത്യേകമായ നിയമാവലിയിൽ പറയുന്നുമുണ്ട്. അത് പ്രവർത്തിക്കാനുള്ള അധികാരവും മറ്റു കാര്യങ്ങളും ബോർഡിനുമുണ്ട്, സർക്കാരിനുമുണ്ട്. അപ്പം ഇതൊക്കെ കയ്യിലിരുന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഞങ്ങൾ നിസ്സഹായരാണേ, SIT അന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണ്, അത് പുനരാരംഭിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ കൊച്ചുകുട്ടികൾ, നഴ്സറി കുട്ടികൾ പറയുന്നത് പോലെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. ദേവസ്വം മന്ത്രി, സർക്കാർ, മുഖ്യമന്ത്രി കൂടുതൽ ശക്തമായി ഈ വിഷയങ്ങളിൽ ഇടപെട്ട് വേണ്ട നടപടികൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതാരെങ്കിലും രക്ഷിക്കാനാണ് എന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും പറയേണ്ടി വരും.